ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ കൂടുതൽ അകലുന്നതായിട്ടാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അബ്ബാസ് അരാക്ചി എന്ന് പറയുന്ന വിദേശകാര്യ മന്ത്രി ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ വിറ്റ്കോഫ് എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ നെഗോഷിയേറ്ററുമായിട്ട് യാതൊരുവിധ ബന്ധവും ഞങ്ങൾ ഭാവിയിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഇത്രയും നാൾ അദ്ദേഹവുമായി സംസാരിച്ചതിൽ ഒരു കാര്യവും പുരോഗതിയിലെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിനൊക്കെ എതിരഭിപ്രായങ്ങളും അതോടൊപ്പം ഈ രാജ്യത്തിൻ്റെ പരമോന്നത അധികാരത്തിൽ ഇടപെട്ടുകൊണ്ട് പലപ്പോഴും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിറ്റ്കോഫുമായിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇറാൻ ഹാസ് ഹാൾട്ടഡ് കോണ്ടാക്ട്സ് വിത്ത് സ്റ്റീവ് വിറ്റ്കോഫ്, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സീനിയർ നെഗോഷിയേറ്റർ for several months. Foreign Minister Abbas Araghchi said, while signaling the Tehran remaining open to negotiated agreement, it had described fair and balanced. ധാർമ്മികവും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളും ഒക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ചർച്ചയ്ക്ക് ഇപ്പോഴും ഇറാൻ്റെ കവാടങ്ങളൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അല്ലാതെ നിങ്ങളുടെ ഏകപക്ഷീയമായ വെറുപ്പിക്കൽ നയങ്ങളൊന്നും ഇറാൻ ഇനി സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളുമായിട്ട് ഇനി അങ്ങനെ ഒരു ബന്ധം നിലനിൽക്കില്ല എന്ന് അടച്ചാക്ഷേപിച്ചുകൊണ്ട് ആ കവാടം അടക്കുകയും ചെയ്തു. ഇനി ലോകത്തെ ആരുമായി സംസാരിക്കാനാണ് എന്ന് ചോദിക്കുന്നതിന് ഒരു ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അബ്ബാസ് അരാക്ചി പറയുന്നത്. നമ്മുടെ ധാർമ്മികതയും അതോടൊപ്പം തന്നെ രാജ്യസുരക്ഷയും രാജ്യത്തിൻ്റെ അഭിമാനങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഓപ്പണായിട്ടുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ ഇന്നും കവാടങ്ങളൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അല്ലാതെ നിങ്ങളുടെ നയങ്ങൾ ഞങ്ങളിലൂടെ നടപ്പിലാക്കുക, അത് ഞങ്ങൾ അംഗീകരിക്കുക, അങ്ങനെയുള്ള ഏകപക്ഷീയമായ ചർച്ചയ്ക്ക് ഇനി ഞങ്ങൾ ഇല്ല എന്ന് അർത്ഥശങ്കക്കിടമില്ലാതെ പറഞ്ഞ് ലോകത്തിന് മുമ്പിൽ ഒന്നാമനായിരിക്കുകയാണ് അബ്ബാസ് അരാക്ചി അഥവാ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി. ഇത് എന്തുകൊണ്ട് പറയിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, പലതവണ ഈ വിറ്റ്കോഫുമായിട്ട് സംസാരിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിൻ്റെ താഴെയുള്ള ന്യൂസുകളിൽ കാണാൻ പറ്റും. ഈ ഇറാൻ പത്രമാണ് ഇതിൻ്റെ ഒരു ഓൺലൈൻ പോർട്ടലാണ് ഇത് ന്യൂസ് വിട്ടിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന ഒരു ന്യായം, പലപ്പോഴും നമ്മളുടെ കാര്യത്തിൽ വിറ്റ്കോഫുമായി സംസാരിച്ചപ്പം അദ്ദേഹം നമുക്ക് തരുന്ന ഉറപ്പല്ല ഈ വൈറ്റ് ഹൗസിലേക്ക് പെൻഗണിലേക്ക് എത്തിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന ചർച്ചകൾ. അതുകൊണ്ടൊരു ന്യായീകരണ സ്വഭാവം അവിടെ വെച്ചിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് വിറ്റ്കോഫിൻ്റെ മുഖമുദ്രയാണ്. ഈ വിറ്റ്കോഫുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ സമയം കളയുക മാത്രമാണ് എന്നവർക്കൊരു പക്ഷേ തോന്നിപ്പോയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് അബ്ബാസ് അരാക്ചി ആ വിഷയം കറക്റ്റായിട്ട് ഇൻഫോം ചെയ്യുന്നത്. നിങ്ങളുമായി ഞങ്ങൾ സംസാരത്തിനില്ല. പക്ഷേ സംസാരത്തിന് തീരെ ഇല്ല എന്നല്ല, ബാലൻസ്ഡ് ആയിട്ട് ഈ രാജ്യത്തിൻ്റെ ആ ഒരു ജനാധിപത്യ മര്യാദ പാലിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഏകപക്ഷീയമായിട്ടുള്ള ഒരു സംസാരത്തിനാണെങ്കിൽ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞ് ആട്ടിയിറക്കുന്ന ആ ഒരു സാഹചര്യമാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ എന്താണ് കഴമ്പ് എന്ന് ചോദിക്കുമ്പം, ഒരു മീഡിയേറ്റർ, ഒരു നെഗോഷിയേറ്റർ അവിടെ ഇല്ലാതിരിക്കുമ്പം ആരുമായി സംസാരിക്കാൻ കഴിയില്ല. പിന്നെ അതിൻ്റെ ഇൻ്റർമീഡിയേറ്ററായിട്ട് വരുന്ന ഈ ഖത്തറുമായി സംസാരിച്ച് പിന്നീട് പരിഹരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അമേരിക്ക കാര്യങ്ങളൊക്കെ നീക്കേണ്ടി വരുമെന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എന്താണെങ്കിലും ഇത്രയും ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ലോകം ചർച്ച ചെയ്യുന്നത്. കാരണം ഇത്രയും വലിയ ഒരു രാജ്യം അമേരിക്ക വിചാരിച്ച എല്ലാം തകിട് പൊടിയാക്കുമെന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ട് ഇന്ന് അതെവിടെയും എത്താതെ നിൽക്കുമ്പോൾ അമേരിക്കയെക്കുറിച്ച് വലിയ മതിപ്പെല്ലാം ഇപ്പോൾ ലോകത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. അത് മറ്റൊരു കാര്യം. പക്ഷേ അബ്ബാസ് അരാക്ചിയെക്കുറിച്ച് അതൊന്നും ചിന്തിക്കാതെ നമ്മളുമായി സംസാരിക്കാൻ നിങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ് നെഗോഷിയേറ്ററായിട്ടുള്ള വിറ്റ്കോഫ് ഇനി നമ്മളുമായി സംസാരിക്കില്ല. കാരണം ഒരുപാട് കാരണങ്ങൾ, വ്യക്തമായ കാരണങ്ങളാണ് എടുത്ത് ഇപ്പോൾ നമ്മളൊക്കെ ഈ പറഞ്ഞത്. ഒന്ന്, ആ രാജ്യ താല്പര്യത്തെ മാനിക്കുന്നില്ല. രണ്ട്, പറഞ്ഞ കാര്യത്തിൽ നിൽക്കുന്നില്ല. ഇത് രണ്ടും ഉണ്ടാവില്ല എന്നുള്ളത് കൃത്യമായി അറിയുന്നവരാണ് ആ അമേരിക്കക്കാരല്ലാത്ത ബാക്കി എല്ലാവരും. കാരണം അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അഥവാ കുറുക്കൻ്റെ കൗശലമാണ് പലപ്പോഴും അമേരിക്ക കൈകൊണ്ടിട്ടുള്ളത്. ബന്ധവൈരികളാക്കിയതിന് ശേഷം യുദ്ധത്തിലേക്ക് തള്ളിവിടുകയും ശേഷം അതിനുള്ള ലാഭക്കൊയ്ത്ത് ഈ അമേരിക്ക എടുക്കുകയും ചെയ്യുന്ന തന്ത്രപരമായിട്ടുള്ള ഒരു രീതി പലപ്പോഴും തുടരുന്നുണ്ട്. ആ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് അമേരിക്കയും ഇറാനും തമ്മിൽ സംസാരിക്കാൻ വിറ്റ്കോഫിനെ നിശ്ചയിച്ചത്. പക്ഷേ ആ നിശ്ചയിക്കുന്ന ആൾ പലപ്പോഴും അത്ര കണ്ട് സ്റ്റാൻഡർഡല്ല എന്ന് മനസ്സിലാക്കി ആ രാജ്യം തന്നെ തള്ളിക്കളഞ്ഞു വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന രംഗം അത്രമേൽ അപമാനമാണെന്നുള്ളത് ഓർക്കണം. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു
അപമാനമായി കാണാൻ സാധ്യതയില്ല. അതൊക്കെ പലപ്പോഴും അവർ അനുഭവിച്ചതാണ്. ഇനിയും എത്രയോ കൂടുതൽ അത്തരം പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് വെക്കാനും അവരാഗ്രഹിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇറാൻ ചെയ്തത് ശരിയാണോ? അല്ല, അമേരിക്കയുടെ ആ മീഡിയേറ്റർ അങ്ങനെ പറഞ്ഞേക്കാൻ പാടുണ്ടായിരുന്നു എന്നുള്ള വിഷയങ്ങൾ നിങ്ങൾ ഈ വാർത്ത കേൾക്കുമ്പോൾ ഇതൊക്കെ എവിഡൻസോടുകൂടെ തള്ളിമറിക്കുകയല്ല കേട്ടോ. ചില ന്യൂസുകൾക്കെല്ലാം ചില ചാനലുകൾക്കടിയിൽ പ്രേക്ഷകർ എഴുതുന്നത് കാണാം, ഇത് പലപ്പോഴും തള്ളലാണ്, അവർ തന്നെ ഇതുപോലെ അറിയില്ല. പക്ഷേ അതില്ലാതിരിക്കാനും വ്യക്തമായ തെളിവ് കാര്യങ്ങളൊക്കെ കാണിക്കാനൊക്കെയാണ് ഇങ്ങനെ ഒരു സൗകര്യങ്ങളൊക്കെ കൂടി ചെയ്യുന്നത്. എന്താണെങ്കിലും വരാനിരിക്കുന്ന കാര്യം അത്രമേൽ പന്തിയല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഒരു പുകപടലം മാത്രമാണ്. വളരെ വലിയ ഒരു സ്ഫോടനം അല്ലെങ്കിൽ വലിയ ഒരു അഗ്നിക്കുണ്ടാരം ഇവർക്കിടയിൽ ഇങ്ങനെ പാകപ്പെട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ലോകത്തിൻ്റെ ക്രമം ഇന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് പറയാൻ കഴിയുള്ളൂ. അതിലേക്ക് എത്തുമോ ഇല്ലയോ അതൊക്കെ വരാനിരിക്കുന്ന ദിവസങ്ങൾ കാണാൻ പറ്റും. ഓരോ ദിവസം ഓരോ റിപ്പോർട്ടാണ് ഹൈപ്പായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഹൈലൈറ്റഡ് ആയിട്ട് വരുന്നത്. കൂടുതൽ കാര്യക്ഷമതയുള്ള പ്രഖ്യാപനങ്ങൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. അതിനനുസരിച്ച് ഒരു മിണ്ടാട്ടമില്ലാതെ അമേരിക്കയും അതിൻ്റെ സിൽബന്ധികളും അങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെ പോകുമ്പം എവിടെയായിരിക്കും ഇതിൻ്റെ തുടക്കം എന്നുള്ളതാണ് ഇനി ആളുകൾ കാത്തിരിക്കുന്നത്. ഇതിനൊരു തുടക്കം ഉണ്ടാകും. അഥവാ ഒരു ബോംബ് സ്ഫോടനത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്കിലൂടെയോ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാര പണയുന്ന രൂപത്തിലുള്ള ഒരു മറ്റ് രാജ്യങ്ങളിൽ ഇറാൻ്റെ ആളുകൾ പോകുമ്പോൾ അവിടെ നിന്നിട്ട് കൊല ചെയ്യുന്ന രൂപമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെപ്പം സംഭവിക്കുമെന്നുള്ളതാണ് ലോകം ചർച്ച ചെയ്യുന്നത്. സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കൊക്കെ പ്രത്യാശിക്കാം. കാരണം അത് സംഭവിച്ചു കഴിഞ്ഞാൽ ലോകമെമ്പാടും അതിൻ്റെ ഒരു ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. നമ്മളീ മലയാളികൾ ഇത്ര സുന്ദരമായിട്ട് കഴിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ മലയാളികൾക്കുള്ള വലിയൊരു അനുഗ്രഹമാണ് ഗൾഫിലെ ഫണ്ട് അഥവാ ഗൾഫിലുള്ള ആ ഒരു പൈസ. അത് ഇല്ലാതെ ആയി പോകുമ്പം മാത്രമാണ് അതിൻ്റെ വാല്യൂ അറിയുള്ളൂ. അതുകൊണ്ട് യുദ്ധത്തെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. യുദ്ധം ഇല്ലാതെയാകാൻ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ അതൊക്കെ ആ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരട്ടെ എന്ന് നമുക്കെപ്പോഴും പ്രാർത്ഥിക്കണം. കാരണം എവിടെയെങ്കിലും ഒന്ന് തിരികൊളുത്തിക്കഴിഞ്ഞാൽ അത് അവസാനത്തെ യുദ്ധത്തിൻ്റെ ഘട്ടത്തിലേക്ക് അത് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അതിവിദഗ്ധരായിട്ടുള്ള ആളുകളുടെയൊക്കെ കണക്കുകൂട്ടലുകൾ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ലോകക്രമം. എവിടെയോ ഒന്ന് തീരി കൊളുത്തിയാൽ ബാക്കിയുള്ളതൊക്കെ ഈ പടക്കത്തിൻ്റെ മാലക്ക് തീ കൊളുത്തിയതുപോലെ എല്ലാവരും അണിനിരക്കുകയും പിന്നെ അവരുടെ ഈഗോ പ്രവർത്തിക്കുകയും പിന്നെ മാനുഷിക പരിഗണന ലഭിക്കാതെ ലോകമെമ്പാടും അത് ആളിപ്പടരുകയും ചെയ്യുമെന്നുള്ളത് വസ്തുതയാണ്. നമുക്കൊന്നേ പറയാനുള്ളൂ, ലോകത്ത് യുദ്ധം ഒരു സമാധാനം കൊണ്ടുവന്നിട്ടില്ല. ഒരുപാട് അനാഥരെയും വിധവകളെയും മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ തകർക്കാൻ മാത്രമാണ് യുദ്ധത്തിന് സാധിക്കുള്ളൂ എന്നതിലുപരി യുദ്ധം കൊണ്ടൊന്നും നേടാൻ മാനവരാശിക്ക് സാധിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ആയുധ കച്ചവടക്കാർ ഈ കാര്യങ്ങൾ അത്ര കണ്ട് ഗൗനിക്കില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അബ്ബാസ് അരാക്ഷിയുടെ വാക്കുകൾ നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. ഏതായാലും വിറ്റ്കോഫിന് ആ രാജ്യവുമായിട്ട് ബന്ധപ്പെടാൻ ഇനി സാധിക്കില്ല എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.